എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് ജാനകിയും ഇന്ദ്രജയും തമ്മിൽ നേർക്കുന്ന ഏറ്റുമുട്ടാണ്. കാരണം ഇത്രയും നാളും ഇന്ദ്രജ് ജാനകിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ജാനകിയുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നീട് ജാനകി ആ പഴയ കാലങ്ങളൊക്കെ അങ്ങനെ വേട്ടയാടുവാണ് ജാനകിയുടെ മനസ്സിനെ. അത് മാത്രമല്ല നകുലും വീണ്ടും തന്നെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കാണ്ട് വന്നിട്ടുണ്ടെന്നുള്ള ആ സത്യവും തിരിച്ചറിയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ജാനകി എങ്ങനെ കണ്ടെത്തി നകുലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ഇന്ദ്രജ വാക്ക് കൊടുക്കുകയും ചെയ്തു. അവൾ എവിടെയാണെങ്കിലും ഞാൻ നിന്റെ കൺമുന്നിലേക്ക് അവളെ കൊണ്ടുവരും. അവസാനം കണ്ടു നിനക്ക് തന്നെ അവളെ കെട്ടുവിടും. കാരണം അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നകുലിനെ, എനിക്ക് ജാനകിയെ വേണമെന്ന്. പക്ഷെ ഇന്ദ്രജ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷെ ഇന്ദ്രജിക്ക് തോന്നി ഇനിയിപ്പം അവളെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ നകുലിന് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവുമോ. 2-3 വർഷക്കാലം നകുലിന് ഹോസ്പിറ്റലായിരുന്നു. അപ്പം അതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ലെന്നൊരു ചിന്തയുണ്ട്. നകുലിൻ്റെ മനസ്സിൽ ജാനകി ഇങ്ങനെ ആഴത്തി വേറിറങ്ങിയിട്ടുണ്ടായിരുന്നു. ജാനകിയോട് പ്രണയം. പക്ഷേ ജാനകിക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പാണ് ജാനകി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്. അപ്പം നകുലിനെ ഉപേക്ഷിച്ചിട്ട് ജാനകി പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും. പിന്നീട് ഇന്ദ്രജ ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമൊന്നും ജാനകിയെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ആ സിറ്റിയിലുണ്ടെന്ന് മാത്രം അറിയാം. പക്ഷെ എവിടെയാ എന്താണെന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനമാണ് ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരം കിട്ടുന്നത്. അപ്പോൾ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞൊരു വീട്ടിൽ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ജാനകിയുടെ കൂടെ ഒരു പ്രായമായ അമ്മയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇന്ദ്രജയ്ക്ക് കിട്ടുവാണ്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രജ ജാനകിയെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ജാനകി അറിയുന്നുണ്ടായിരുന്നില്ല. ജാനകിയുടെ മനസ്സിലുള്ള ഒരേ ഒരു കാര്യം തൻ്റെ അമ്മയ്ക്ക് നീതി ലഭിക്കുക. എങ്ങനെയെങ്കിലും കോടതി കേസ് വന്നു കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് നീതി കിട്ടണം. അമ്മയ്ക്ക് മാത്രമല്ല തനിക്കും. അമ്മ ഇത്രയും കാലം അനുഭവിച്ചു. പക്ഷേ ഇനിയെങ്കിലും നീതി കിട്ടിയില്ലെങ്കിൽ ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ജാനകി മുന്നോട്ട് പോയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു വയ്യാവേലിയായിട്ട് ഇന്ദ്രജ കയറി വരുമെന്നോ നകുലം കയറി വരുമെന്നോ ഒന്നും ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. രാധാമണിക്ക് കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാധാമണിയാണെങ്കിൽ തൻ്റെ അച്ഛൻ മാധവാരുടെ ഫോട്ടോയിലേക്ക് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ണും നിറഞ്ഞ് ഒഴുകുന്നൊക്കെ ജാനകി മേരിക്കുട്ടിയമ്മയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്തൊക്കെയോ കാര്യങ്ങൾ രാധാമണിയുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. രാധാമണിയുടെ ഉള്ളിൽ ചിലപ്പോൾ അത് കാണുമായിരിക്കും. പക്ഷെ രാധാമണിക്ക് അത് പുറത്ത് പറയാൻ കഴിയാത്തതാണോ, അതിനി മനഃപൂർവ്വം മനസ്സിലെ വിഷമങ്ങളും വേദനകളൊക്കെ ഉള്ളിലടക്കി വെച്ചിരിക്കുന്നതാണോ എന്നൊരു ചിന്തയും വരുന്നുണ്ട്. എന്തായാലും അധികം വൈകില്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടേഴ്സ് പറയായിരിക്കും രാധാമണിയുടെ മാറ്റത്തെക്കുറിച്ച്. ചിലപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഓർമ്മശക്തി തിരികെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന കാര്യം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നിരിപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാനകിയെ ഒരു നിമിഷം കാണാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജാനകി അന്വേഷിച്ച് നടക്കും. അതൊക്കെ വലിയൊരു കാര്യം തന്നെയായിരുന്നു. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ കോടതി കേസ് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവിടെ വെച്ച് അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുവാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ജാനകിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേരിക്കുട്ടി അമ്മ പറയുകയും ചെയ്തിട്ടുണ്ട്. നീ നോക്കിയോ ജാനകി, ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുന്നിൻ്റെ ആ സത്യങ്ങളെല്ലാം തമ്പിയുടെ കള്ളത്തരങ്ങളെല്ലാം തുറന്നു പറയുക തന്നെ ചെയ്യും. ഇനിയിപ്പം മാധവ വാര്യർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വരെ ചിലപ്പം അത് തുറന്നു പറയാനായിട്ട് രാധാമണിക്ക് പറ്റിയിരിക്കും എന്നൊക്കെ ജാനകിയോട് പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലുമായിരുന്നു ജാനകി. പിന്നീട് അബിയും പൊന്നും പോയി കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും തോന്നി. കാരണം ഇത്രയും ദിവസം പൊന്നും അബിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പൊന്നുവിന് ക്ലാസ്സിലൊക്കെ പോകേണ്ടതുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. ഈ സമയത്ത് അബി വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാനായിട്ട്. തമ്പി ചിലപ്പോൾ ഗുണ്ടകളെ വിട്ട് അന്വേഷിച്ച് വേണമെങ്കിൽ വീട്ടിലേക്ക് ഗുണ്ടകളൊക്കെ വരും. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഇരിക്കാൻ. രാധാമണിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തപ്പി കണ്ടുപിടിക്കും. എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുള്ളൂ. അതൊക്കെ ജാനകിക്ക് അറിവുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ജാനകി ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രജയുടെ വരവ് അങ്ങോട്ടേക്ക്. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ആരാന്ന് നോക്കാണ്ട് പോയി കഥ തുറന്നു നോക്കിയപ്പോൾ ഇന്ദ്രജയാണ് മുന്നിൽ കിടന്നത്. ഒരു നിമിഷം ജാനകി ഒന്നും ഞെട്ടിപ്പോയി. ജാനകി പ്രതീക്ഷിക്കാത്തൊരു മുഖം വരുന്നത്. ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ഇന്ദ്രജ ഭയങ്കര കൂളോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. എന്നെ മനസ്സിലായോ ജാനകി എന്ന് ചോദിക്കുക. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ഒരു നിമിഷം ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മനസ്സിലാക്കാതിരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ലാത്ത മുഖമൊന്നും അല്ലോ അത്. എനിക്ക് പരിചയമുള്ള മുഖമില്ലെന്ന് നിൽക്കും. എനിക്കറിയാം നീ ഈ മുഖം മറന്നു പോകാൻ വഴിയില്ലെന്ന്. അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. എടി നീ ഇപ്പോൾ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിക്കാമെന്ന് ഞാൻ അറിഞ്ഞു.
അതെ എൻ്റെ അനുജൻ്റെ ജീവിതം നീ താറുമാറാക്കിയിട്ട് നീ അങ്ങനെ സ്വസ്ഥത സമാധാനത്തോടെ ഇവിടെ ഒന്നും ജീവിക്കല്ലേടി. എന്നാലും എൻ്റെ അനുജനോട് ഇത് വേണ്ടായിരുന്നില്ലേ. നിനക്ക് അവനെക്കുറിച്ച് അറിയാലോ. കല്യാണത്തിലുള്ള താലിമാല വരെ അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വിവാഹ നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് താലിമാല വരെ എടുത്ത് സൂക്ഷിച്ചു വെച്ചവനെ നിനക്ക് വേണ്ടിയിട്ട്. എന്നിട്ടാണ് നീ അവനെ ഉപേക്ഷിച്ച് പോയെന്ന് പറയണം. അത് കേട്ട് ജാനകി പറഞ്ഞ് വെറുതെ അല്ലല്ലോ, അതിനുള്ള കാരണങ്ങളൊക്കെ നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് പറയണം. പക്ഷേ കാരണങ്ങൾ എന്താണെന്ന് പറയണില്ല. അവൻ്റെ ഒരു പക്ഷേങ്കിൽ അവന് മുമ്പ് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ജാനകിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജാനകിയെ. പക്ഷേ ജാനകിക്ക് അവന് ഇഷ്ടമില്ലായിരുന്നു. ഒരു പക്ഷേ അവൻ്റെ സ്വഭാവദൂഷ്യം തന്നെ ആയിരിക്കണം നകുലൻ്റെ കാരണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് സഹിച്ചില്ല ഇന്ദ്രജയ്ക്ക്. എത്രയൊക്കെയാന്ന് പറഞ്ഞ് നീ ഏത് മാളത്തിൽ പോയി വിളിച്ചിരുന്നാലും നിന്നെ കണ്ടെത്തൂടി. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരി. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. നീ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ അനുജൻ ഇതുവരെയും കല്യാണം കഴിക്കാതെ അവൻ നടക്കുന്നത് എന്താണെന്നറിയോ? നിനക്ക് വേണ്ടി അവൻ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഈ 7 വർഷമായിട്ടും അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നിന്നെ ഒരിക്കലെങ്കിലും അവന് സ്വന്തമാക്കാൻ കഴിയുന്ന. ഇത് കേട്ട് ഇനിയിപ്പം ജാനകി പറഞ്ഞു, ഇത് പറയാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ ഇറങ്ങിപ്പോണമെന്നൊക്കെ പറയണം. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ പോകത്തുള്ളൂ എന്ന് പറയണം. ജാനകി പറഞ്ഞു, അറിയാലോ ഞാൻ മുമ്പത്തെ പോലെയല്ല, വെറും ജാനകിയല്ല, ജാനകി അഭിറാമാണ്. എനിക്കൊരു കുട്ടിയുണ്ടെന്ന് പറയണം. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നേ. പക്ഷെ എൻ്റെ അനുജന് അതൊന്നും പ്രശ്നമല്ല. നിന്നിൽ എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയത്തില്ല. അവൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്. എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, നിന്റെ ജീവിതം ഇനിയിപ്പോൾ അവനോടൊപ്പം ആയിരിക്കണമെന്ന് പറയണം. ഇത് കേട്ടുകഴിയുമ്പോൾ ജാനകി നിങ്ങൾ എന്താ പറയണേ എന്നൊക്കെ ചോദിക്കുകയാണ്. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചിറക്കും എന്നൊക്കെ പറയണം. അതിനുള്ള ധൈര്യം ഉണ്ട്, നീ എന്നെ അടിച്ചിറക്ക്, ഒന്ന് കാണട്ടെ എന്ന് പറയണം. ജാനകി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ എത്ര വർഷം നിങ്ങളുടെ അനുജൻ നകുലൻ കാത്തിരുന്നാലും എന്നെ സ്വന്തമാക്കാനായിട്ട് അവന് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ കല്യാണം നടന്നില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളിനി ഒരു നിമിഷം പോലും കാത്തിരിക്കേണ്ട, നിങ്ങളുടെ അനുജനോട് എന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് കഥ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇന്ദ്രജ പറഞ്ഞു, അങ്ങനെ നീ അങ്ങോട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കെട്ടുപോയിക്കോ. എൻ്റെ അനുജൻ നിന്നെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കും. ഇനിയുള്ള എൻ്റെ പോരാട്ടം അതിനു വേണ്ടിയിട്ടായിരിക്കും. ഇന്ദ്രജനെ നിനക്ക് ശരിക്കും അറിയാലോ എന്നൊക്കെ വിളിച്ചിട്ട് ഇന്ദ്രജ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ കഥ കടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്കും മേരിക്കുട്ടിയമ്മ വന്നിട്ട് ആരാ മോളെ എന്താ ഏതെന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല മേരിക്കുട്ടിയമ്മ എന്ന് പറയണം. അല്ല അവരെന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടല്ലോ. മേരിക്കുട്ടിയമ്മ ടെൻഷനാണ്. അതൊന്നും ഇല്ലയെന്നൊക്കെ പറയണം. പക്ഷെ ജാനകിയുടെ ഉള്ളിൽ പടഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ദൈവമേ, ഇനിയിപ്പം വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മയെ കാര്യം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് നകുലിന് അവനിനിപ്പോൾ തന്നെ കണ്ടെത്തുവോ, തന്നെ ഉപദ്രവിക്കാനായിട്ട് വരുമോ? ഒരു വിധത്തിൽ അവൻ്റെ പിടിയിൽ നിന്ന് മുമ്പ് രക്ഷപ്പെട്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ജാനകിക്ക്. ജാനകി ആപ്പാടെ വിഷമിച്ചു പോയി. പക്ഷേങ്കിൽ ജാനകി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുക്കുമല്ലായിരുന്നു. എന്ത് വന്നാലും താൻ പിടിച്ചു നിൽക്കും. ഇനിയിപ്പോൾ എന്ത് വന്നാലും തനിക്ക് തൻ്റെ മോളും അഭിയേട്ടനും ഉണ്ട്. അഭിയേട്ടനോട് അതിനെക്കുറിച്ചൊന്നും ഇതിനെ പറഞ്ഞിട്ടൊന്നുമില്ല. നഗലിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. അച്ഛനായിരുന്നെങ്കിൽ സൂര്യനാരായണനാണെങ്കിൽ മുമ്പ് അറിയായിരുന്നു തന്നെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ താൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച്. അപ്പോൾ ഈ നഗലിൻ്റെ കമ്പനിയിലായിരുന്നു ജാനകിക്ക് ജോലി. ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ജാനകി അവിടെ നിന്ന് പോരാൻ തന്നെ കാരണം അവൻ്റെ ശല്യമായിരുന്നു നഗലിൻ്റെ. അങ്ങനെ അവിടുന്ന് പോകുന്നതാണ്. അതൊക്കെ സൂര്യനാരായണൻ അറിയായിരുന്നു. സൂര്യനാരായണൻ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അബിയുടെ കമ്പനിയിൽ ജോലി കൊടുത്തത് തന്നെ. ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇപ്പം താൻ ആരോട് ഇത് പറയും തൻ്റെ വിഷമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജാനകി വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രാധാമണി എന്ത് ചെയ്യുകയാണ്? രാധാമണി പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. മേരിക്കുട്ടിയമ്മ അങ്ങോട്ട് വന്നിട്ട് രാധാമണി പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നു. അതെ എങ്ങോട്ടാ നീ പോണേ, ഇങ്ങോട്ട് കയറി വരാനൊക്കെ പറയണം. പക്ഷെ രാധാമണിക്ക് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് എന്തോ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. രാധാമണി ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ജാനകി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ അമ്മ എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധാമണി ചീത്ത പറയുന്നൊക്കെയുണ്ട്. അല്ലെങ്കിൽ തന്നെ ജാനകിയുടെ സമനില തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഇന്ദ്രജ വന്നതോട് കൂടിയിട്ട്. പിന്നീട് ഒരു വ്യക്തി രാധാമണിയെ മുറിയിൽ പിടിച്ചുകൊണ്ട് കിടത്തുകയൊക്കെ ചെയ്യണം. മേരിക്കുട്ടിയമ്മയോട് സൂക്ഷിക്കണം. കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ അമ്മ ഇങ്ങനെ മുമ്പത്തെ പോലെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് പിടിച്ചുകൊണ്ടായിരുന്നു പറ്റില്ല. അറിയാലോ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണേ. ഏത് നിമിഷം എന്ത് സംഭവിക്കാം, എൻ്റെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിലും മേരിക്കുട്ടിയമ്മ വേണം നോക്കാൻ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. കാരണം ജാനകിക്ക് മനസ്സിലായി തൻ്റെ മനസ്സിലെ വിഷമം ഇപ്പോൾ ആരോട് പറയാൻ പറ്റും എന്നോർത്ത വിഷമത്തില്ല. ആ സമയത്താണ് അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും നിരഞ്ജനയാണെങ്കിലും മാക്സിമം തെളിവ് ശേഖരിക്കാൻ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തെളിവുകളൊക്കെ കിട്ടണം. കോടതിയിൽ ഒരു കാരണവശാലും കേസ് തള്ളിപ്പോകരുത്. അങ്ങനെ തമ്പിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നിരഞ്ജന നടത്തുകയാണ്. ഈ സമയം തമ്പി കിടന്ന് നെട്ടോട്ട് ഓടുക. തമ്പിക്കറിയാം ആ കേസ് കോടതി തള്ളിയില്ലെങ്കിൽ തൻ്റെ കാര്യം ഇനിയിപ്പം പോയെന്ന്, താൻ ജയിലിൽ കിടന്ന് അഴിയെണ്ണേണ്ട വരുമെന്ന്. കാരണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങളൊക്കെ ഒന്നും അല്ല.
അത് ഉറപ്പായിട്ട് തമ്പിക്ക് അറിയാവുന്നതുകൊണ്ടാണ് തമ്പി കിടന്ന് നെട്ടോട്ട് ഓടുന്നത്. എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് തള്ളിപ്പോകാൻ വേണ്ടിയിട്ട്, കള്ളസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.